VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. കുടിവെള്ള പൈപ്പിന് കുഴിയെടുത്തപ്പോൾ യാത്രാ ദുരിതം. പാണ്ടിക്കാട് പഞ്ചായത്തിലെ കാരായ ചക്കുന്നൽപ്പറമ്പ് നിവാസികളാണ് ഇപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യാനാവാതെ വലയുന്നത്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി റോഡരികിലൂടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തിരുന്നു. എന്നാൽ പിന്നീട് താറോ കോൺക്രീറ്റോ ഉപയോഗിച്ച് കുഴി മൂടിയിരുന്നില്ല. 2 ദിവസമായി പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണൊഴുകി റോഡിലടിഞ്ഞു. ഇതോടെ റോഡ് മുഴുവൻ ചളിയായി. മഴയെ തുടർന്ന് റോഡരികിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. കയറ്റവും വീതി കുറവുമുള്ള റോഡായതിനാൽ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടക്കാരും ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവ് കാഴ്ചയായെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരു മഴ ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിലായിട്ടുള്ളത്. കാരണം ഈ ഒരു വഴിയല്ലാതെ വേറൊരു വഴി ഞങ്ങൾക്ക് ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ സാധാരണ വെള്ളം നേരെ പാടത്തേക്കാണ് പോയെന്ന് ആ ഒരു പൈപ്പ് ലൈൻ വന്നതോടെയാണ് ആ ഒരു ചാല് അവിടെ ഒരു വെള്ളം പുറത്തു പോകാതെ ആ ചളിയൊക്കെ പാടം നിന്ന് ആകെ ചളിപിളി ആവുകയാണ്. അപ്പോൾ 2 വീലേഴ്സൊക്കെ വീണൊരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. സ്കൂൾ കുട്ടികൾക്കും മറ്റ് യാത്രക്കാർക്കൊക്കെ നടന്നു പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരം എന്തായാലും കാണണം. ഓട്ടോറിക്ഷ കയറ്റുന്നില്ല, ഒരുവിധം വണ്ടികൾക്കൊന്നും പോരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിൽ. ഒരു ഹെവി വണ്ടി വന്നാൽ ഒരു സൈഡ് കൊടുക്കാനോ, അതുപോലെ തന്നെ യാത്രക്കാരായ ഒരുപാട് കുട്ടികളും മദ്രസ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ മാത്രമല്ല, എല്ലാ വാഹനത്തിനും പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ അധികൃതരെ എത്രയും പെട്ടെന്ന് അതിനൊരു ഇത് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മരാട്ടപ്പടിയിൽ നിന്നും മുക്കിൽ പീടിക കോലോത്തുകുണ്ട് ഭാഗത്തുള്ളവർ ആശ്രയിക്കുന്ന റോഡാണിത്. ഓട്ടോ തൊഴിലാളികളും പരാതിയുമായി രംഗത്തുണ്ട്. കാരായ ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. CTV ഓൺലൈൻ, എന്നും നിങ്ങളോടൊപ്പം.